വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിയാദിലെ പ്രത്യേക യോഗത്തിന്റെ അജണ്ട അസ്ഥിരമായ സാമ്പത്തിക രംഗത്തെ നേരിടാനുള്ളതാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. അതിവേഗത്തിൽ വിഷൻ 2030 ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന സൗദി അറേബ്യ പ്രതീക്ഷയാണ് പകരുന്നത്. ലുലു സൗദി അറേബ്യയ്ക്ക് നൽകിയ വാഗ്ദാനവും സമാന രീതിയിൽ നീങ്ങുകയാണെന്നും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രത്യേക യോഗത്തിൽ മീഡിയ വണ്ണുമായി സംസാരിക്കുകയെ യൂസഫ് അലി പറഞ്ഞു. അസ്ഥിരമായ സാമ്പത്തിക രംഗം അവസാനിപ്പിക്കാൻ വേണ്ട വഴികൾ തേടുകയാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രത്യേക യോഗം. ലോകത്തെ വിവിധ രാജ്യങ്ങൾക്കിടയിലുള്ള അകലം കുറക്കാൻ ഫോറത്തിലൂടെ വഴിയൊരുങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. വെഫിൻ്റെ ഇന്നത്തെ സ്ട്രാറ്റജി മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാബിൾ മിഡിൽ ഈസ്റ്റ് എന്ന് വെച്ചാൽ ഐക്യത്തോടെയും എക്കണോമിക് ഗ്രോത്തോടുകൂടിയും എല്ലാവർക്കും തുല്യമായി ജീവിക്കാനും തുല്യമായി സമ്പാദിക്കാനും തുല്യമായി ജോലി ചെയ്യുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് സ്റ്റെബിലിറ്റി ആവശ്യമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും അടുപ്പവും കൂട്ടണം ഈ മിഡിൽ ഈസ്റ്റിൽ എന്നതാണ് ഇന്നത്തെ ഒരു വിഷയം, ഒരു അജണ്ട. സൗദി വിഷൻ 2030 87% ലക്ഷ്യങ്ങളും 6 വർഷം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിവേഗത്തിലാണ് സൗദിയുടെ വളർച്ച. ലുലുവും ഇതിനൊപ്പം വളരുകയാണ്. ഇപ്പോൾ സ്ട്രെസ്സിൽ, ഈ യുദ്ധത്തിൻ്റെ സ്ട്രെസ്സിൽ നിന്ന് വിമുക്തമായിക്കൊണ്ടൊരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുമുള്ള പരിശ്രമമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അവർ 2030 വിഷൻ പ്രഖ്യാപിച്ചു. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുകയാണ്, ഒരു വിഷനുള്ള ലീഡർ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ വിഷനുള്ള ലീഡറാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഇവിടെ സൗദി അറേബ്യയിലെ. 2027 അത് 100% ആവും. അപ്പോൾ ഞങ്ങളും ആ ഗ്രോത്തിനോടൊപ്പം അച്ചീവ് ചെയ്യുകയാണ്. സൗദി അറേബ്യ വലിയ മാർക്കറ്റാണ്. ഞങ്ങൾ 100 ഹൈപ്പർ മാർക്കറ്റാണ് ഞങ്ങളുടെ വിഷൻ. അത് ഞങ്ങളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലേഷ്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി നേരിട്ട് ചർച്ചകൾക്ക് സാധിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഞാൻ മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ഹിസ് എക്സലൻസി അൻവർ ഇബ്രാഹിമിനിപ്പോൾ കണ്ട് ചർച്ച നടത്തി. അദ്ദേഹം വളരെ ഫോക്കസുള്ള ഒരു ലീഡറാണ്. ഞാൻ അടുത്ത മാസം മലേഷ്യ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുകയും ഫുഡ് പ്രോസസ്സിങ്ങിന് വളരെ ചാൻസാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ ടീമിനോട് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് നോക്കാൻ വേണ്ടി. മലേഷ്യ ഞങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, ഫുഡ് എക്സ്പോർട്ട് ഡിവിഷനുണ്ട്, വലിയൊരു ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ് അവിടെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ പ്രൈം മിനിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്തു. അടുത്ത മാസം ഞാൻ അതിന് പോകുന്നതാണ്. സൗദി ഭരണാധികാരികളുമായും മന്ത്രിമാരുമായും ലുലു ഗ്രൂപ്പിന്റെ വികസന പദ്ധതികളും അദ്ദേഹം ചർച്ച ചെയ്യും. അഫ്താബുർ റഹ്മാൻ, മീഡിയ വൺ, റിയാദ്.